വെറും പഠിത്തം മാത്രമാകുന്നതിന് പകരം സ്പോർട്സും കൂടി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റം ഇതെന്ത് നമ്മൾ പ്രൈം ഫോക്കസ് എഡ്യൂക്കേഷൻ ആയിരിക്കും, വി ആർ ഗോൺ ബി എ പ്രൊഫഷൻ ഓർ സംതിങ് ലൈക്ക്. പക്ഷേ സ്പോർട്സ് അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പ്രൊഫഷണൽ ചാലഞ്ചസ്, അത് എക്സാമിലായാലും ഇനി ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന ചാലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്ത്, സ്പോർട്സ്. സെയ്ദ്, ഞാൻ ഒരു തവണ ഒരു സ്കൂളിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. ഒരു കുട്ടികളുടെ ഒരു പാരൻസ് മീറ്റിങ്ങാണ്, കുട്ടികളുണ്ട് പാരൻസ് ഉണ്ട്. ഞാൻ എഡ്യൂക്കേഷനെ കുറിച്ചും അതിൻ്റെ ഗ്രോത്തിനെ കുറിച്ചും ഒരുപാട് സംസാരിച്ചു. അപ്പോൾ ഒരു മദർ എന്നോട് എണീറ്റെന്ന് ചോദിച്ചിട്ടുണ്ട്, സാറേ എൻ്റെ മോന് ഫുട്ബോൾ കളിക്കാനാണ് താല്പര്യം, ഫുട്ബോൾ കളിക്കാനെന്നാണ് ആഗ്രഹം, ആൾക്ക് പഠിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല, എന്താണ് അവർക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ്? ഇതാണ് അന്ന് ഉമ്മ എന്നോട് ചോദിച്ചൊരു ചോദ്യം. സത്യത്തിൽ അന്ന് അതിനെക്കുറിച്ച് നല്ലൊരു ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഒരു അൺഎക്സ്പെക്റ്റഡ് ആൻസർ ആയിരുന്നു, അല്ല അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ. സോ പിന്നീടാണ് ഞാൻ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്തത്, ഒരുപാട് പഠിച്ചത്. ഹൗ സ്പോർട്സ് ഹെൽപ്സ് ഇൻ ദ ലൈഫ്, ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദാറ്റ് വി ആർ ഹാവിങ് ബോത്ത് സ്പോർട്സ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ വൺസ് ലൈഫ്. ഞാൻ ഒരുപാട് പഠിച്ചു. എന്തുകൊണ്ടാണ് ഇത് പഠിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഐ ആം എ പേഴ്സൺ ഹാവിങ് ബോത്ത് ഓഫ് ദിസ് ക്വാളിഫിക്കേഷൻ ഓർ ബോത്ത് ഓഫ് ദിസ് ക്വാളിറ്റി വാട്ട് ഐ ഫീൽ ലൈക്ക്. ഞാനൊരു എഡ്യൂക്കേഷണലിസ്റ്റാണ്, എന്നാൽ അതേപോലെ തന്നെ സ്പോർട്സിൽ ഒരുപാട് ഇൻവോൾവ് ചെയ്യുന്നതും താല്പര്യമുള്ള ഒരാളാണ്. കണ്ണൂർ വാരിയേഴ്സിൻ്റെ കഥയൊക്കെ അറിയാലോ. അപ്പം ഈ ഒരു ചോദ്യം കേട്ടതിന് ശേഷം ഞാൻ എൻ്റെ കണ്ണൂർ വാരിയേഴ്സിൻ്റെ ടീം കോച്ചിനോട് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് എന്ത്, ഇങ്ങനെ ഒരു കുട്ടിക്ക് ഇങ്ങനെയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ആൾ എഡ്യൂക്കേഷനെ നോക്കിയേ വേണ്ടേ, അല്ല എഡ്യൂക്കേഷനും സ്പോർട്സും രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകണോ, അല്ല ഒന്ന് മാത്രം കൊണ്ടുപോകണോ? എനിവേ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരെ അല്ലെങ്കിൽ കുട്ടികളെ കാണാൻ പറ്റും. ഏതൊക്കെ കണ്ട്, ഒന്ന് പഠിത്തം മാത്രം, നോട്ട് സ്പോർട്സ് അറ്റ് ആൾ. രണ്ട് സ്പോർട്സ് മാത്രം, അവർക്ക് സ്കൂളിൽ പോകുന്നുണ്ടാവാം പക്ഷേ എഡ്യൂക്കേഷനിൽ ഒരു താല്പര്യം കാണിക്കില്ല, അവർക്ക് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്, പഠിത്തം മാത്രം നടത്തിക്കൊണ്ട് പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് മേ ബി റിസ്കി സം ടൈം. അതെന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ IIM കേസിലേക്ക് വന്നാൽ തന്നെ ഇവിടെ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻസിക്കും ACC ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. മിക്കവാറും ഇന്നത്തെ ജനറേഷൻ്റെ കുട്ടികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ദേ ഹാവ് ദാറ്റ് ഫിയർ ഓഫ് ഫെയിലിയർ. പേടി, എക്സാം തമ്മിൽ പ്രത്യേകിച്ചും ACC കുട്ടികൾ ഓരോരോ പേപ്പറായിട്ട് എക്സാം എഴുതണമല്ലോ, ഓരോരോ പേപ്പറിനും എക്സാം എഴുതുമ്പം 10,000+ കോസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ കുട്ടികൾ എക്സാം പഠിക്കുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, എവറിത്തിങ് ദേ ഡു, ബട്ട് എന്തില്ല, അവർക്ക് എക്സാം എഴുതാനുള്ളൊരു ഫിയർ അത് മാറി കിട്ടുന്നില്ല, ഫിയർ മാറുന്നില്ല. ഇത് എനിക്ക് തോന്നുന്നത് ഈ കുട്ടികൾ സ്പോർട്സിലൊന്നും അധികം എൻഗേജ് ചെയ്യാത്ത കുട്ടികളെ, എക്സെപ്ഷണൽ കേസസ് ഉണ്ടാവും കേട്ടോ, സ്പോർട്സിൽ എൻഗേജ് ചെയ്തിട്ടും ഈ ഫിയറുള്ള കുട്ടികളുണ്ട്, യെസ്. പക്ഷേ കൂടുതലും ഈ രീതിയിലുള്ള നന്നായിട്ട് ഒരു സ്പോർട്സ് ഒക്കെ കളിച്ച് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫിയർ, അതേപോലെ ഹെഡ് ചെയ്യാനുള്ള ധൈര്യം, നല്ല എന്താ പറയുക, ഓരോരോ നമ്മൾ ബാരിയേഴ്സിനെ കുറിച്ച് ആലോചിക്കാണ്ട് റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വം, ഇതൊക്കെയാണ് സ്പോർട്സിൽ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കിട്ടുന്നത്. സോ വെറും പഠിത്തം മാത്രമാകുന്നതിന് പകരം സ്പോർട്സും കൂടി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റം ഇതെന്ത്, നമ്മൾ പ്രൈം ഫോക്കസ് എഡ്യൂക്കേഷൻ ആയിരിക്കും, വി ആർ ഗോൺ ബി എ പ്രൊഫഷൻ ഓർ സംതിങ് ലൈക്ക്. പക്ഷേ സ്പോർട്സ് അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പ്രൊഫഷണൽ ചാലഞ്ചസ്, അത് എക്സാമിലായാലും ഇനി ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന ചാലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്ത്, സ്പോർട്സ്. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ്. അത് ഒരു കൈൻഡ് ഓഫ് ആൾക്കാർ കേട്ടോ. ഇനി രണ്ടാമത്തെ കൈൻഡ് ഓഫ് കുട്ടികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് സ്പോർട്സ് മാത്രം, അവർ എഡ്യൂക്കേഷനിൽ എന്തില്ല, ഒന്നുമില്ല. ഞാനിപ്പം ഡെയിലി ഇന്ന് രാവിലെ വരെ ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾക്ക് ഈ കളിക്കുന്ന ഗ്രൂപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചില ആൾക്കാർ കളിക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റി വെച്ചാൽ അവർക്കൊന്നുമില്ല ലൈഫിൽ. അവർ കളിക്കും, ബാക്കിയുള്ള സമയം എന്ത് ചെയ്യും, കിടന്നുറങ്ങും, അല്ലെങ്കിൽ എൻ്റർടൈൻ, അങ്ങനെ ആ രീതിയിൽ. മറിച്ച് സത്യത്തിൽ നമ്മൾ ഈ സ്പോർട്സ് ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് പ്രൊഫഷണലായിട്ട് എടുക്കണം. ഒരു ചെറിയ കുട്ടീനെ കുറിച്ച് നമ്മൾ എടുക്കുകയാണ്, ഒരു പ്രൊഫഷണലായിട്ട് ഒരു ഫുട്ബോൾ കളിക്കാരനാവാണെന്ന് ആഗ്രഹമുള്ളൊരു കുട്ടി. ഈ കുട്ടി എഡ്യൂക്കേഷൻ തീരെ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രോബ്ലം എന്താ അറിയോ, ഏതെങ്കിലും ഒരു സമയം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മേ ബി ഒരു പരിക്ക് വന്നേക്കാം, ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കരിയർ സ്റ്റോപ്പ് ചെയ്ത്. ഇവിടെ ഒന്നും സെൻറ്റിമെൻറ്റ്സ് ഇല്ല. നമുക്ക് ഇഞ്ചുറിയുള്ള ഒരാളെ വെച്ചിട്ട് ഫുട്ബോൾ ആക്കാൻ പറ്റുമോ? കളിക്കാൻ കഴിയില്ല. അവൻ്റെ കരിയർ സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ അതിൻ്റെ കൂടെ അവൻ കുറച്ച് ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതേ സ്പോർട്സും എഡ്യൂക്കേഷനും വെച്ചിട്ട് എന്ത് ചെയ്യാം, സ്പോർട്സിൽ തന്നെ ഒരു സ്പോർട്സ് സയൻറ്റിസ്റ്റോ സ്പോർട്സ് മെഡിസിനോ അല്ലെങ്കിൽ സ്പോർട്സ് മാനേജ്മെൻറ്റോ
സ്ട്രാറ്റജിസ്റ്റ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇന്നത്തെ വേൾഡിൽ. അപ്പം പഠിത്തം അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകണം എന്നുള്ളത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രൊഫഷണലായ ഒരു കളിക്കാരനാവണം എന്ന് ആഗ്രഹമുള്ള കുട്ടികളുടെ സമയത്ത് അപ്പോൾ സ്പോർട്സും കൂടി എന്ത് ചെയ്യണം, എഡ്യൂക്കേഷൻ കൂടി എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ കൊണ്ടുപോകണം. അതേപോലെ തന്നെയാണ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാനിപ്പോൾ ഇഞ്ചുറീൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. സ്പോർട്സ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ പിരമിഡ്. ലൈക്ക് ഒരു 100 ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ എത്തുമ്പോൾ ഈ 100 ആളുണ്ടാവില്ല, അത് 50 ആവും. അതിൻ്റെ മുകളിൽ പോകുമ്പോൾ അത് 20 ആവും. ഏറ്റവും ടോപ്പിലൊരു മേ ബി 1-2 ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ തുടങ്ങിയ എല്ലാ ആൾക്കാരും എന്തെയില്ല സ്പോർട്സിൽ വലിയ ടോപ്പിലേക്ക് എത്തണമെന്നില്ല, വെരി എക്സെപ്ഷണൽ പ്ലേയേഴ്സ്. അത് വെച്ചിട്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആവില്ല എന്ന് പ്രതീക്ഷിക്കണ്ട, അങ്ങനെ ആവുമെന്ന് ഉറപ്പിക്കുകയും വേണ്ട. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം, എപ്പോഴും എഡ്യൂക്കേഷൻ്റെ കൂടെ കൊണ്ടുപോകണം. ഇതാണ് ഇന്നത്തെ കുട്ടികളോട് ഈ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നൊരു ഏജ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 വയസ്സിൽ താഴെ അല്ലെങ്കിൽ 20 വയസ്സിൽ താഴെയുള്ള കുട്ടികളുണ്ടല്ലോ, സ്പോർട്സിന് വേണ്ടി മാത്രം ജീവിക്കുന്ന കുട്ടികളുണ്ടാവും. ആ കുട്ടികളെ അഡ്രസ്സ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്, എലോങ് വിത്ത് യുവർ സ്പോർട്സ് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ പഠനം കൂടെ എന്ത് ചെയ്യാം, ഒരു മിനിമൽ വേയിൽ കൊണ്ടുപോവാം. നെക്സ്റ്റ് സലിക പറഞ്ഞല്ലോ, സലിഖാൻ 2 ഫ്രണ്ട്സിനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. യെസ്, സൗദിയിൽ പോയ. അതെ അതെ, പ്രൊഫഷണൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന 2 ആൾക്കാർ. 2 ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആട്ടോ. 2 ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്. 2 വെരി ക്ലോസ് ഫ്രണ്ടാണ്. 2 ഡയമെൻഷനിലുള്ള ആൾക്കാർ. അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. സോ എന്താ വെച്ചാൽ, 1 പേഴ്സൺ ഈസ് വർക്കിംഗ് ഇൻ എ മിഡിൽ ഈസ്റ്റിൽ ഒരു ഗവൺമെൻറ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. നല്ലൊരു പോസ്റ്റിലാണ്, CFO പോസ്റ്റിലാണ്. ഡിഫൻസ് സിസ്റ്റത്തിലും കാര്യത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ ആളോട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു അറിയോ, ഐ ഡു വർക്ക് ഫോർ 5 days or 6 days in a week. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഫീൽ ലൈക്ക് ബോഡി നീഡ്സ് ടു റെസ്റ്റ്. ബോഡിക്കൊരു വിശ്രമം ആവശ്യമാണ്. സൺഡേയിലും കിടന്ന് ഉറങ്ങുകയാണ്, അത്രയും ഹെക്ടിക് വർക്കാന്നുള്ള ഫീലാണ്. സോ ഞാൻ ആളോട് ചോദിച്ചാൽ, എനിക്കറിയാം ആൾ സ്പോർട്സിലൊന്നും അങ്ങനെ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഈ റെസ്റ്റ് ടൈമൊക്കെ, ബാക്കിയുള്ള ടൈമൊക്കെ എന്താ ചെയ്യുക, വീട്ടിലൊന്ന് കിടന്നുറങ്ങും, എപ്പോഴെങ്കിലും ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയാലായി, ഫാമിലിയായിട്ട് ഇറങ്ങിയാലായി, ദാറ്റ്സ് ഓൾ, നത്തിങ് ബട്ട് ഇൻ ദ ലൈഫ്. സോ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പോർട്സിൽ ആൾ തീരെ എൻഗേജ്ഡ് അല്ല. ആൾ മുമ്പേ അങ്ങനെയാണ്, ബുജിയാണ്, ഭയങ്കര പഠിപ്പിച്ചിട്ടാണ്, എല്ലാം റാങ്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഫഷണൽ എന്ത് ചെയ്ത് അത്രയും ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ബട്ട് ആൾക്ക് ഇന്ന് സംസാരിക്കുമ്പോൾ ഈ ഈസ് ലാക്കിങ് സംതിങ് ബിഹൈൻഡ്. ലൈഫിൽ നമ്മൾ ഈ ഭക്ഷണത്തിൽ ഉപ്പില്ലാത്തൊരവസ്ഥ ഉണ്ടാവും അല്ലേ. എവറിത്തിങ് എല്ലാം ഉണ്ട്, നമുക്ക് ബിരിയാണി നെയ്ച്ചോറ് എല്ലാം മുമ്പിലുണ്ട്, പക്ഷെ ഉപ്പില്ല എന്നത് പറഞ്ഞ പോലെ ലൈഫിൽ എന്തുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല സാലറി ഉണ്ട്, ഹാവ് ഗോട്ട് എ വണ്ടർഫുൾ ഫാമിലി, എവറിത്തിങ്. പുറത്ത് നോക്കുമ്പം എവറിത്തിങ്, ബട്ട് ഈസ് ഹാവിങ് ദാറ്റ് ഫീലിംഗ് ഓഫ് എന്തോ ഒന്ന് മിസ് ലൈഫിലൊന്നുമില്ല. അപ്പോൾ ഞാനൊരു സ്പോർട്സ് മാൻ ആയതുകൊണ്ടായിരിക്കും എനിക്കത് സംസാരിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്ത് എന്താ അറിയോ, ഇറ്റ്സ് ബിക്കോസ് യു ആർ നോട്ട് ഇൻ ദ സ്പോർട്സ്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ എന്താ എൻഗേജ് ചെയ്യും, മോർണിംഗിലോ ഈവനിങ്ങിലോ സമയം കിട്ടുന്ന സമയത്ത് ഗോ ടു ദ പ്ലേ ഗ്രൗണ്ട് ആൻഡ് ഹാവ് സം ഫ്രണ്ട്സ്, ഹാവ് സം നെറ്റ്വർക്ക്. ഷട്ടിൽ കളിക്കാം, ഫുട്ബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, അതിൽ പെർഫോം ചെയ്യുന്നില്ല, ജസ്റ്റ് ഗോ ആൻഡ് ഹാവ് ഫൺ. ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാറാൻ പറ്റും. ഇതെന്തുകൊണ്ട് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, എൻ്റെ അതർ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഈസ് എ ഷട്ടിൽ പ്ലെയർ. ആള് പ്രൊഫഷണലാണ്, സെയിം ലൈക്ക് വർക്കിംഗ് ഇൻ എ മൾട്ടിനാഷണൽ കമ്പനി in different countries. He used to travel different countries. പല ബിഗ് അസൈൻമെൻ്റ് ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷെ whenever he got the time, he go and play the shuttle. ലാസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നത് യൂറോപ്പിലൊക്കെ പോയിട്ട് എന്ത് ചെയ്തു, കളിച്ചിട്ട് വന്നു, നന്നായിട്ട് കളിച്ചിട്ട് വന്നു. അവനോട് ഞാൻ സംസാരിക്കുമ്പോണ്ടല്ലോ, he is not having time for anything, but he is not feeling like ഭയങ്കര എന്താണ് ഹെക്ടിക് ആണ്, അങ്ങനത്തെ ഫീലൊന്നുമില്ല. ഫുൾ എനർജറ്റിക് ആണ്. ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യണം, അത് ഇന്ന് നാളെ അതാണ്, മറ്റന്നാൾ ഇതാണ് ഷെഡ്യൂൾ, സംതിങ് ലൈക്ക് ദാറ്റ്. ആൾക്കും എന്തുണ്ട്, ആഴ്ചയിൽ 1-2 ദിവസം ലീവുള്ളൂ, വൈകുന്നേരം വീണിട്ട് 1-2 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്യും, ഹി യൂട്ടിലൈസ്ഡ് ഇറ്റ് ഇൻ എ ഫ്രൂട്ട്ഫുൾ വേ, സ്പോർട്സിൽ എൻഗേജ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇതെന്ന് വെച്ചാൽ, സ്പോർട്സിൽ എൻഗേജ് ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, ഒരു എനർജി, കൈൻഡ് ഓഫ് നെറ്റ്വർക്കിംഗ്, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ദിസ് ഈസ് വെരി വെരി ഡിഫറെൻറ്റ്. അത് മാത്രമല്ല, നമ്മൾ ഇപ്പം ഒരു ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു സ്പോർട്സിൽ എൻഗേജ് ചെയ്യുന്ന ഒരാളെന്നല്ലോ, ആളുടെ ലീഡർഷിപ്പ് വിൽ ബി സംതിങ് ഡിഫറെൻറ്റ്. ഹീ വിൽ എല്ലാവരും എന്ത് ചെയ്യും, പരിഗണിക്കും. ചെറിയ ആൾക്കാർ, ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ പോയി കഴിഞ്ഞാൽ അവിടെ എത്ര ആൾക്കാരുണ്ടാവും, അവിടെ വലിയ ബിസിനസ്മാൻമാരുണ്ടാവും, അവിടെ ഡ്രൈവേഴ്സ് ഉണ്ടാവും, സാധാ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടാവും, സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ടാവും, എല്ലാ ആൾക്കാരുണ്ടാവും. ബട്ട് നമ്മൾ അവരൊന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യില്ല, നമുക്കങ്ങനെ അറിയില്ല. വി ഡു ട്രീറ്റ് എവ്രി വൺ ടുഗെദർ, എവ്രി വൺ ഈക്വലി.
സോ ആ ഒരു ക്വാളിറ്റി എന്ത് ചെയ്യും, ആ ഒരു ഈക്വലായിട്ട് നമ്മുടെ ഓഫീസിലും വരും, നമ്മളെ കോവർക്കേഴ്സിനൊക്കെ അവർ ടീം വർക്ക്, അതേപോലെ ലീഡർഷിപ്പ്, അതേപോലെ ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും നമുക്ക് ഈ സ്പോർട്സിന് കിട്ടും. അതേപോലെ ഈ പറഞ്ഞ കാര്യം എന്താ, നമ്മളുടെ എനർജി ലെവൽ എപ്പോഴും എന്ത് ചെയ്യും, ഹൈ ആയിരിക്കും, ബോത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി, രണ്ടും ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ ഞാൻ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം മുമ്പ് എനിക്ക് സ്പോർട്സിനോടുള്ളൊരു താല്പര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സ്പോർട്സൊക്കെ നിർത്തി, എൻ്റേതായിട്ടുള്ള ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ആയി, തടിയൊക്കെ ഒരുപാട് കൂടി. ഈ തടിയൊക്കെ കൂടി സ്പോർട്സൊക്കെ നിർത്തിയ സമയത്ത് എനിക്ക് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ വർക്ക് ഉണ്ട്, വളരെ ഈസി ആയിട്ട് എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്ത വർക്ക്, അതുപോലും എനിക്കൊരു ടിഡിയസ് ടാസ്ക് ആയിട്ട് തോന്നി, ഒരു ഹെർക്കുലിയൻ ടാസ്ക്. എനിക്കൊന്നും മൂവ് ചെയ്യില്ല, ആൻഡ് ആൾസോ ഡിസി ആയിരിക്കും, ആൾക്കാരോട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഓൾവേസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഐ ഫെൽറ്റ് ലൈക്ക് ഐ നീഡ് റെസ്റ്റ്. ഒരു ഉച്ചയാകുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഉറക്കം വരും, പോയിട്ട് കിടന്നുറങ്ങണം എന്നുള്ളൊരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ളൊരു സ്പാർക്ക് എപ്പോഴും എന്നോട് പറയും, ഇങ്ങനെയല്ല നീ ചെയ്യേണ്ടത്, ദിസ് ഈസ് നോട്ട് ഗോയിങ് ടു ദ റൈറ്റ് വേ, ഇതിനെ മാറ്റി പിടിക്കണം, ഈ രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു ഐ ആം നോട്ട് ഗെറ്റിംഗ് ദറ്റ് റിതം ബാക്ക്. സോ ഞാൻ ഒരു ദിവസം വെറുതെ ഒരു ചാലഞ്ച് എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ IIM ഒരു ക്ലാസ്സിലേക്ക് കയറി പോയിട്ട് പറഞ്ഞു, ഹലോ കുട്ടികളെ, ഞാനിതാ ഐ എം ഗോയിങ് ടു ബി 6 pack വിത്തിൻ 2 months. ഇഫ് നോട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യും, എല്ലാവർക്കും മന്തി വാങ്ങിച്ചിടും. ഇത് സത്യം പറഞ്ഞാൽ വേറൊരു ടോപ്പിക്കാണ്, ഹൗ വി ക്യാൻ ഗെറ്റ് അവർ ഡ്രീം, സംതിങ് ലൈക്ക് ദാറ്റ്. എനിവേ, ഞാൻ സത്യം പറഞ്ഞാൽ ചാലഞ്ച് ചെയ്തത് 2 മാസം കൊണ്ട് എനിക്ക് ഒരിക്കലും 6 pack ആക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കൊന്ന് തുടങ്ങണം, എന്തെങ്കിലും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം, ഒന്ന് തുടങ്ങി കിട്ടണം. ഈ തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, പോയിട്ട് ചാലഞ്ച് ചെയ്തു. ഞാൻ നെക്സ്റ്റ് ഡേ മുതൽ വർക്കൗട്ട് തുടങ്ങി. വർക്കൗട്ട് എന്ന് വെച്ചാൽ ഗ്രൗണ്ടിൽ ഓടുക, അതാണ് ആദ്യം ഞാൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് എനിക്ക് ഇഷ്ടമുള്ള സാധനം അതാണ്. റണ്ണിങ് തുടങ്ങി, ജോഗിങ് തുടങ്ങി, അതിൻ്റെ കൂടെ തന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ തുടങ്ങി. എപ്പോഴും നിർത്താനുള്ള ഫീൽ, നമ്മളങ്ങനെയാണല്ലോ, ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ നിർത്താൻ തോന്നും. ഈ നിർത്തണം എന്ന് ചിന്ത വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എന്തായിരുന്നു അറിയോ, ആ ക്ലാസ്സിൽ ഞാൻ എടുത്ത ചാലഞ്ചാണ്, കുട്ടികളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, സോ ഐ ഷുഡ് നോട്ട് സ്റ്റോപ്പ്. എനിവേ 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ മന്തി വാങ്ങിച്ചെടുത്തു, അത് വേറെ കാര്യം. 6 pack ഒന്നും ആയിട്ടില്ല, പക്ഷേ എൻ്റെ വെയിറ്റ് 4-5 കിലോ കുറഞ്ഞു. ഐ ഗോട്ട് മൈ റിതം ബാക്ക്. ഈ റിതം ബാക്ക് എന്ന് മാത്രമല്ല, അതിൽ വേറെ കാര്യം മനസ്സിലാക്കണമെന്ന് അറിയോ, നമ്മൾ ഈ സ്പോർട്സിൽ ഈ പറയുന്ന ജോഗിങ്ങിലും എക്സസൈസിലും ജിംനേഷ്യത്തിലൊക്കെ എൻഗേജ് ചെയ്യുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറിയ ടാസ്ക് പോലും എനിക്ക് ഭയങ്കര ഹെവി ആയിട്ട് തോന്നിയ സാധനം, അതെന്ത് മാറി കിട്ടി. ഓഫീസിലേക്ക് വരുമ്പോൾ ഞാൻ കുറച്ചും കൂടി എനർജറ്റിക്കായി, വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ തുടക്കം ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നു, 2-3 കൊല്ലമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. നോ ഐ എം ഫീലിംഗ് ദറ്റ് എനർജി. സോ ദിസ് ഈസ് വാട്ട് സംതിങ് ലൈക്ക് നമ്മൾ സ്പോർട്സിൽ എൻഗേജ് ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞില്ല, നമ്മൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരുപാട് മാറും, ഒരുപാട് ബെറ്റർ ആവും. സോ ദിസ് ഈസ് അപ്ലിക്കബിൾ ടു എവരിവൺ, ലൈക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, ഇപ്പം പഠിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഇൻ എവറി ഫാസറ്റ്സ് ഓഫ് ദ ലൈഫ്, എവിടെ വർക്ക് ചെയ്യുന്ന എങ്ങനെയുള്ള ആൾക്കാർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് എപ്പോഴും എന്ത് ചെയ്യുക, സ്പോർട്സിൽ എൻഗേജ് ചെയ്യുക. സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ഗെയിമിനെ കുറിച്ചല്ല പറയുന്നത്, എവറിത്തിങ്. ഈവൻ ഒരു ജോഗിങ് ചെയ്യുന്നത് പോലും സ്പോർട്സ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആ ഒരു കൈൻഡ് ഓഫ് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, നമ്മൾ കുറേ ആൾക്കാരെ കൂടിയിട്ട് ഇങ്ങനെ കളിക്കുക, ചിരിക്കുക, നടക്കുക, ഈ രീതിയിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഹെൽത്തൊക്കെ ഒന്ന് മാറും. അതേപോലെ നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ മാറും, നമുക്കൊരു എനർജി ലെവൽ എന്ത് ചെയ്യും. യെസ്, സംതിങ് ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. 4 step സ്പോർട്സ് ഹെൽപ്പിംഗ് നെറ്റ്വർക്കിംഗ് എന്നുള്ള ഒരു ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സി, നമ്മൾക്ക് ഒരാളെ പരിചയപ്പെടണം, അല്ലെങ്കിൽ നമ്മളൊരാളെ ഒരു വലിയ ബിസിനസ് മാനെ മീറ്റ് ചെയ്യാൻ പോവാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ എന്ത് ചെയ്യണം, ഒരു എഗ്രിമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം. എനിത്തിങ്, മേ ബി ഒരു ട്രെയിനിങ്ങിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കാം, എന്തെങ്കിലും ആവട്ടെ. ഈ ആളടുത്ത് പോയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യില്ല, ഒരു ഫ്രഗൈൽ ഫീലിംഗ് ഉണ്ട്, ഒരു അപരിചിതത്വം ഫീൽ ചെയ്യും അല്ലേ. നമ്മൾ പറയുന്ന കാര്യം അയാൾ ഇങ്ങനെ നോക്കും, റാപ്പോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് വാട്ട് ആക്ച്വലി സിറ്റുവേഷൻ ഈസ് ലൈക്ക്. പക്ഷെ നമ്മൾ ഒരാളെ കൂടെ ഒരു 10 മിനിറ്റ് കളിച്ചു ഗ്രൗണ്ടിൽ, ഫുട്ബോളോ ക്രിക്കറ്റ് ഏതെങ്കിലും ഒരു സ്പോർട്സിൽ ഒരു ടീം ഗെയിമിൽ കളിച്ചു, ഒരു 10 മിനിറ്റ് കളിച്ചു. എന്നിട്ട് ഇതേ ആളെ ഞാൻ എന്ത് ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ട് കാണാൻ പോവാണ്. എന്തിനാ, എൻ്റെ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് കാണാൻ പോവാണ്. ഹൗ വിൽ ബി ദ റിലേഷൻ? ഹലോ, വാ കം യു ആർ സീറ്റ്. ആ സാധനം ഉണ്ടല്ലോ, ഇതാണ് സ്പോർട്സിൽ നിന്ന് കിട്ടുന്നൊരു നെറ്റ്വർക്കിംഗ് സംഭവം. വെച്ചാൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനും നമ്മളൊരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടാത്തൊരു റാപ്പോട്ട് നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷേ ഒരു 10 മിനിറ്റ്, ഒരു അരമണിക്കൂർ ഗ്രൗണ്ടിൽ കളിച്ചു കഴിഞ്ഞാലല്ലോ
we'll have that rapport. So this is really crazy. ഒരു നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് സ്പോർട്സിൽ കിട്ടുന്ന ഒരു നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പല കൈൻഡ്സ് ഓഫ് ആൾക്കാരുണ്ടാവുക അല്ലേ. ഒരു സെഗ്മെന്റിൽ ആൾക്കാർ മാത്രമല്ല ഉണ്ടാവുക, പല സെഗ്മെന്റ് ഓഫ് ആൾക്കാരുണ്ടാവുക. അപ്പം അവരുമായിട്ട് സ്പോർട്സിൽ നമ്മൾ എൻഗേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കാര്യമാണ് നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ഒരുപാട് കോൺടാക്ട്സ്, നല്ല സ്ട്രോങ് ബോണ്ടിങ് കോൺടാക്ട്സ് കിട്ടും. സോ ഇതൊക്കെ പേഴ്സണലി എനിക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ ഒരുപാട് അനുഭവങ്ങളാണ്. എനിവേ ഐ ഓൾവേസ് യൂസ് ടു സേ ദാറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് അല്ലെങ്കിൽ ബിസിനസ് ആൻഡ് സ്പോർട്സ് ഇറ്റ്സ് എ കില്ലർ കോമ്പിനേഷൻ. സോ സ്പോർട്സ് ഈസ് ലൈക്ക്, എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ഭക്ഷണത്തിൽ ഉപ്പിടുന്നവരാണ് സ്പോർട്സ്. ലൈഫിൽ എന്ത് ചെയ്യണം, സ്പോർട്സിൻ്റെ ആണ്. അപ്പോൾ അത് എഡ്യൂക്കേഷണലിസ്റ്റ് ആവട്ടെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാവട്ടെ, ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാവട്ടെ, വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആവട്ടെ, ഇവർക്ക് എന്ത് ചെയ്യണം, സ്പോർട്സിലൊരു ചെറിയ രീതിയിലെങ്കിലും ഒന്ന് എൻഗേജ് ചെയ്യണം. അപ്പോൾ എൻഗേജ് ചെയ്യുമ്പോൾ ഉണ്ടായോ ആ ഒരു സാധനം എന്ത് ചെയ്യും, ആ ലൈഫിൽ എന്ത് ചെയ്യും, ഒരു മിക്സിങ്. ദാറ്റ് മിക്സിങ് ഈസ് ലൈക്ക് എ മാജിക്കൽ മിക്സിങ്, ഓൾ ഐ ക്യാൻ സേ. എനിവേ ഇതാണ് സ്പോർട്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു മേ ബി ദിസ് വീക്ക് നമ്മളുടെ ഷെഫി കോച്ചുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിലും ടോപ്പിക്ക് തന്നെയാണ്, ലൈക്ക് സ്പോർട്സ് ആൻഡ് എഡ്യൂക്കേഷൻ ആണ് ടോപ്പിക്. മേ ബി കുറച്ചും കൂടി പ്രൊഫഷണൽ ആംഗിളിൽ നിന്ന് ചെയ്യും നമുക്ക് ആൻസർ കിട്ടും. Anyway, I think it's a very useful conversation regarding education and sports. Thank you. Have a nice day.